സ്വാഗതം ഇൻസൈറ്റിലേക്ക്. സ്വയം സംരക്ഷിക്കാനും പ്രതിരോധിക്കാനുമുള്ള അവകാശമുണ്ട് എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഇറാന് നേർക്ക് ആക്രമണം നടത്തുകയും ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ 4 ദിവസം പിന്നിട്ടു. രണ്ട് രാജ്യങ്ങളിലുമായിട്ട് ഏതാണ്ട് 300-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് അനൗദ്യോഗികമായിട്ട് അല്ലെങ്കിൽ സ്ഥിരീകരിക്കാത്ത കണക്കുകൾ. സ്ഥിരീകരിച്ച കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഇസ്രായേലിൽ 16 പേർക്കും ഇറാനിൽ 227 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് കണക്കുകൾ. വലിയ നാശനഷ്ടം രണ്ട് പക്ഷത്തും ഉണ്ടായിട്ടുണ്ട്. വലിയ കെട്ടിടങ്ങൾ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നു. പല ആക്രമണങ്ങളും ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് രണ്ട് രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ തുടർച്ച? രണ്ട് രാജ്യങ്ങളും ഈ നിലയിൽ ആക്രമണം നടത്തുകയും ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമോ? സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് ജോസഫ് ആൻ്റണി സാറാണ്. റിസാലയുടെ പ്രേക്ഷകർക്ക് അദ്ദേഹം സുപരിചിതനാണ്. കേരള സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മുൻ മേധാവിയാണ്, വിദേശകാര്യ വിദഗ്ധനാണ് അദ്ദേഹം. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. എങ്ങനെയാണ് ഇപ്പോൾ ഈ 4 ദിവസം പിന്നിടുമ്പോൾ ഇതിനെ കാണുന്നത്? ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഒരു വലിയ പ്രതിരോധ സംവിധാനമുണ്ട്, അതിനെ തകർത്തുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇറാൻ ആ ആത്മവിശ്വാസത്തെ തകർത്തിരിക്കുന്നു എന്ന് തോന്നുന്നു. പക്ഷേ രണ്ട് ഭാഗത്തുണ്ടാകുന്ന വലിയ നാശനഷ്ടങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു എസ്കലേഷൻ വലിയ തോതിൽ ഉണ്ടാകും എന്ന് കരുതണോ നമ്മൾ ഈ സമയത്ത്? ഇസ്രായേലിന്റെ ലക്ഷ്യം ഇറാന്റെ ആണവ പദ്ധതികളെ ഇല്ലാതാക്കലാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു ലക്ഷ്യം ഇറാന്റെ റഷ്യൻ ചേഞ്ചാണ്, ഇറാന്റെ ഭരണകൂടത്തെ മുഴുവൻ മാറ്റുക എന്നുള്ളതാണ്. ഇത് രണ്ടുമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന ഓപ്പറേഷന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെയൊക്കെ ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിലും അദ്ദേഹം 2 ലക്ഷ്യം പ്രഖ്യാപിച്ചിരുന്നു. ഒന്ന്, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കും. 2, ബന്ദികളെ, പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കും എന്നത്. അത് 21 മാസമായിട്ടും ലക്ഷ്യം ഇതുവരെ കണ്ടിട്ടില്ല. ആ സാഹചര്യത്തിലാണ് പുതിയ ഒരു യുദ്ധ മുഖം തുറന്നുകൊണ്ട് ഇറാനെതിരായിട്ട് ഒരു യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഈ യുദ്ധം സ്വാഭാവികമായും ഇറാന് വളരെയധികം നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതികമായ നഷ്ടങ്ങളല്ല, മാനസികമായെന്നോ അല്ലെങ്കിൽ ഇമേജ് പരമായും എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള വലിയ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അതിൻ്റെ സൈനിക നേതൃത്വ നിരയിലുള്ള മുഴുവൻ ആളുകളെയും കൊന്നുകൊണ്ട് അവരുടെ സൈനിക ആണവ ശാസ്ത്രജ്ഞരെ മുഴുക്കെ ഏതാണ്ട് പ്രധാനപ്പെട്ട ആളുകളെ കൊന്നുകൊണ്ട്, അതുപോലെ തന്നെ ആണവ കേന്ദ്രത്തിനെതിരെ പോലും ആക്രമണം നടത്തിക്കൊണ്ട് ആണ് ഈ യുദ്ധം തുടങ്ങിയിരിക്കുന്നത് തന്നെ. ആ യുദ്ധം സ്വാഭാവികമായും അതായത് നമ്മൾ ഈ പല രാജ്യങ്ങളുടെയും യുദ്ധങ്ങൾ നോക്കിയാൽ ഇസ്രായേലിന്റെ യുദ്ധത്തിനൊരു സവിശേഷതയുണ്ട്. ഇസ്രായേലിന്റെ ആദ്യത്തെ അടി അതിശക്തമായ ഈ ബ്ലിറ്റ്സ് ക്രീഗ് എന്നൊക്കെ പറയുന്ന ഈ പെട്ടെന്ന് എല്ലാത്തിനെയും തച്ചുതരിപ്പണമാക്കി ആ നേട്ടം കൊയ്യുക എന്നുള്ളതാണ് ഈ ഇസ്രായേലിന്റെ ആക്രമണ ശൈലി. ആ ആക്രമണ ശൈലി തന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ആക്രമണത്തിൽ നമ്മൾ കണ്ട മറ്റൊരു കാര്യം, സാധാരണഗതിയിൽ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്കാണ് ആക്രമണം നടത്തുന്നതെങ്കിൽ ഇത് ഉള്ളിൽ നിന്ന് തന്നെ ഇറാനെതിരായിട്ടുള്ള ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഏറ്റവും അവസാനം കേൾക്കുന്നതും ഈ ആക്രമണത്തോടൊപ്പം നടന്ന കാർ ബോംബ് സ്ഫോടനങ്ങൾ തന്നെ അതിനകത്ത് ഉള്ള ആളുകൾ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളതാണെന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതാണ് അത്. നമുക്കറിയാം, സൈനികമായി വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, സാമ്പത്തികമായി വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ആയുധ വിപണിയിൽ തന്നെ, ആയുധ കയറ്റുമതി വിപണിയിൽ തന്നെ ആദ്യത്തെ 10 രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടുന്ന രാജ്യമാണ് ഇസ്രായേൽ. അപ്പൊ സ്വാഭാവികമായും അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് അവർക്ക് ഈ യുദ്ധത്തിൽ ലഭിച്ചിട്ടുണ്ട്, ലഭിക്കുകയും ചെയ്യും. മറ്റൊരു അപ്പുറത്ത് നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാൻ നമുക്കറിയാം കഴിഞ്ഞ 2-3 വർഷങ്ങളെങ്കിലുമായി പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ കുറച്ച് ദുർബലമായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അവരുടെ സഹായിച്ചിരുന്ന ഹെസ്ബുള്ള, ഹമാസ്, ഹൂതി എന്നുള്ളവർ ക്ഷീണിച്ചിരിക്കുന്നു. സിറിയ അവരുടെ ഭാഗത്തു നിന്ന് ഇല്ലാതായി മാറിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന്. മറ്റൊന്ന്, ഈ 2018 മുതൽ, 2018 അതിനു മുമ്പ് തന്നെ
ഇറാൻ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്ന ഈ ആണവ പ്രശ്നത്തിന്റെ പേരിലുള്ള ഉപരോധങ്ങൾ അവരെ സാമ്പത്തികമായി വളരെയധികം ദുർബലമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഈ രംഗത്തുള്ള ഈ 2 ദശാബ്ദങ്ങളെങ്കിലുമായിട്ട് അവരനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഫലമായി ഈ ആധുനിക ആയുധങ്ങൾ സജ്ജീകരിക്കാനും വാങ്ങാനും പരീക്ഷിക്കാനും ഒന്നും അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. അപ്പൊ അതായത് നമ്മൾ കേൾക്കുന്നത് പഴയ കാലത്തെ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ഈ യുദ്ധം നടത്താനായിട്ട് ഇപ്പോൾ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങൾ കൈവശമുള്ള ഒരു രാഷ്ട്രവും, എന്ന് മാത്രമല്ല ഇറാൻ ഉള്ളിൽ ആരെ എവിടെ എങ്ങനെ അടിക്കണം, അങ്ങനെ അടിക്കണോ തീരുമാനിച്ചാൽ അടിക്കാൻ കഴിയും. അതായത് നമ്മളിപ്പോൾ ഏറ്റവും അവസാനം കേട്ടത് ഈ ഖമനിയെ തന്നെ വധിക്കാനായിട്ട് പദ്ധതിയിട്ടിരുന്നു എന്നും അത് ട്രംപ് തടഞ്ഞെന്നുമാണ് കേൾക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രമാത്രം സൂക്ഷ്മമായി പിന്നെ ആ രാജ്യത്തിന്റെ നേതാക്കന്മാരെ ആരെ വേണമെങ്കിലും വധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പിന്നെന്താണ് ഇന്റലിജൻസിന്റെ സഹായം, പിന്നെ അവരുടെ സൈനികമായ പ്ലാനുകൾ, ഇതെല്ലാം അവർക്ക് സാധ്യമാണ് എന്നുള്ളത് വളരെ ഭീതിജനകമായ ഒരു കാര്യമാണ് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെ ഉള്ള 2 രാജ്യങ്ങൾ തമ്മിലാണ് ഇപ്പോൾ ഈ സംഘർഷം ആരംഭിച്ചിരിക്കുന്നത്. ആ സംഘർഷം ഈ എന്താ പറയുന്നത്, മറ്റ് രാജ്യങ്ങളും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും ഇടപെട്ടില്ലെങ്കിൽ അത് ഒരു പിന്നെന്താണ് യുദ്ധം പോലെയാകാം. ആണവ യുദ്ധമാകുന്നെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആണവ ആയുധം പ്രയോഗിക്കുന്നുണ്ടോ? അല്ല, ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ, ഇപ്പൊ തന്നെ നതാൻസിനെ ആക്രമിച്ച് പിന്നെ അതുപോലെ തന്നെ ഇസ്ഫഹാനിലും ആക്രമണം നടത്തി. നതാൻസിലും ഇസ്ഫഹാനിലും മുകൾ തട്ടിലുള്ളതൊക്കെ എല്ലാം നാശപ്പെടുത്തി. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. മുകളിലൊക്കെയുള്ള പിന്നെ സംവിധാനങ്ങൾ, ബിൽഡിങ്ങുകളെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഈ നദാൻസിലെങ്കിലും അതിന്റെ ഇമ്പാക്ട് കുറച്ചെങ്കിലും താഴേക്ക് പോയിട്ടുണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ഇസ്ഫഹാനിൽ അത്രത്തോളം ഉണ്ടാവില്ല. ഫർദോ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചുകൂടി ആഴത്തിലാണ് ഈ ആണവ സജ്ജീകരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ പെട്ടെന്നൊന്നും അവിടെ അത്തരം ഒരു ആക്രമണം നടത്താൻ കഴിയില്ല. പക്ഷേ ഈ അമേരിക്ക പറയാണ്, ഞങ്ങളിപ്പോ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ വരെ ഞങ്ങൾ കൊടുക്കും. അങ്ങനെ ബങ്കർ ബസ്റ്റർ മിസൈലുകളൊക്കെ ആക്രമിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഈ ഇസ്ഫഹാനിലും നതാൻസ് പോലെയുള്ള സ്ഥലങ്ങളിൽ നാശനഷ്ടം ഉണ്ടാവുകയും അത് തീർച്ചയായിട്ടും ആണവ വികിരണം ഉണ്ടാകുന്ന സ്ഥിതിയിലേക്കും വരും. അപ്പൊ അതുകൊണ്ട് ഈ അന്തർദേശീയ സമൂഹം നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. അത് ഞാൻ അതിലേക്ക് പിന്നാലെ വരാം. നമ്മളിവിടെ പ്രധാനപ്പെട്ടതായി കാണേണ്ട ഒരു കാര്യം, ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്ന സന്ദർഭത്തിൽ സപ്പോറിഷ്യയിലെ ലോകത്തിലെ ഇപ്പൊ നിലനിൽക്കുന്ന വലിയ ആണവ കേന്ദ്രങ്ങളിലൊന്നാണത്, ആണവോർജ കേന്ദ്രങ്ങളിലൊന്നാണ്. അവിടെ ഈ ഡ്രോണുകൾ പതിച്ചപ്പോൾ ഈ അന്ന് ഉണ്ടായ കോലാഹലം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നാകെ വന്നിട്ട്, അവിടെ ഒന്നും നടന്നില്ല, പക്ഷെ ഈ ആക്രമണം ഉണ്ടായാൽ അത് തകരുകയും ആണവ വികിരണം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് വളരെ വലിയ അന്തർദേശീയ കോലാഹലമാക്കി മാറ്റി യൂറോപ്യൻ രാജ്യങ്ങൾ. അതിന് സമാനമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. 2 ആണവ കേന്ദ്രങ്ങളെ നേരിട്ട് ആക്രമിച്ചിരിക്കുക. ഇസ്ഫഹാനും നദാൻസിലും ഈ ഇസ്രായേൽ ആക്രമിച്ചിട്ട് ആ ആക്രമണം, ഒന്നെന്ന് പറയുന്നത് യുദ്ധത്തെ ഈ ഇസ്രായേൽ നടത്തിയ നീതിരഹിതമായ നിയമവിരുദ്ധമായ പിന്നെ എന്താണ് സാഹസം എന്ന് പറയാവുന്ന തരത്തിലുള്ള യുദ്ധത്തെ ഏതെങ്കിലും അമേരിക്കൻ പാശ്ചാത്യ രാജ്യങ്ങൾ അതിനോട് വിമർശിച്ചോ? അമേരിക്ക പ്രശംസിക്കുക ചെയ്തു. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ട്രംപ് ഇസ്രായേലിനെ പ്രശംസിക്കുക ചെയ്തു. വേറൊരു രാജ്യം, അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഈ എസ്കലേറ്റ് ചെയ്യരുത്, യുദ്ധം ഇങ്ങനെ കൂടുതലായിട്ട് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞതിന്റെ അപ്പുറത്ത് ഈ രാജ്യങ്ങളൊന്നും, പാശ്ചാത്യ രാജ്യങ്ങളൊന്നും അതിനെ അപലപിക്കുകയോ വിമർശിക്കുകയോ ചെയ്തില്ല. അതിനെ കൂടി വിമർശിച്ചിട്ടുള്ളത് നമുക്കറിയാം, ബ്രിക്സ് രാജ്യങ്ങളിൽ ഇന്ത്യ ഒഴികെ. ബ്രിക്സിൽ അതാണ് ഈ ഇന്ത്യയുടെ ഒരു സവിശേഷത. ബ്രിക്സില് ബ്രസീല്, റഷ്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈ 4 രാജ്യങ്ങളും അതിശക്തമായി ഈ സംഭവത്തെ വിമർശിച്ച് കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യ മാത്രം പിന്നെ മൗനം ഭജിച്ച് നിൽക്കുന്നുണ്ട്. അത് ഇസ്രായേലിന്റെ കാര്യത്തിൽ ആ മൗനം നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്. അപ്പൊ പോട്ടെ, അതിനകത്തേക്ക് നമ്മളിപ്പോൾ തൽക്കാലം വരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അന്തർദേശീയ സമൂഹത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന്റെ യാതൊരുവിധ ലക്ഷണവും ഇതുവരെ ഇല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ എന്താണ് ആധുനിക ആയുധങ്ങൾ കൊണ്ട് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് കഴിയും. എന്നാൽ ഇസ്രായേലും ഒട്ടും മോശമല്ല, അവര് വിചാരിച്ച കണക്കൊന്നും അല്ല കാര്യങ്ങൾ. ഹൈഫ തുറമുഖം പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ വമ്പിച്ച നാശനഷ്ടങ്ങൾ വരുത്താൻ, അതായത് ഈ ഇറാനെ അവർക്ക് ആക്രമിക്കാൻ കഴിയുമെന്നുള്ളത് ലോകത്തിന് എല്ലാവർക്കും. പക്ഷെ ജനങ്ങൾ വിശ്വസിക്കാത്ത ഒരു കാര്യം, ഇറാന് ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള വച്ച മലയാളത്തിൽ പറഞ്ഞാൽ എന്ന് വിശ്വസിച്ചിരുന്ന ലോകത്തിന്റെ മുമ്പിൽ അവരുടെ അയൺഡോം എന്ന് പറയുന്ന പ്രതിരോധ കുടയൊക്കെ
തകർത്തുകൊണ്ട് അല്ലെങ്കിൽ അവയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആക്രമണം നടത്തുകയും അവിടുത്തെ ജനങ്ങൾ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഞാനിപ്പോ വൈകിട്ട് 4:30 മണിക്ക് പിന്നെ എന്താണ് ഈ വാർത്ത കേട്ടപ്പോൾ 20 ആളുകൾ, ഇസ്രായേലിന്റെ 20 ആളുകൾ മരിച്ചിരിക്കുന്നു, ഇറാന്റെ ഭാഗത്ത് 224 ആളുകൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ 20 ആളുകളെ പിന്നെ സിവിലിയന്മാര് മരിക്കുന്ന തരത്തിലേക്ക് ഇസ്രായേലിൽ ഈ ആക്രമണം എത്തി എന്നുള്ളത് ഇസ്രായേൽ വളരെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം അതൊരു ചെറിയ സംഖ്യയല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഘർഷം എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ലോകം ഇത് ഇടപെട്ടില്ല എങ്കിൽ ഇത് വളരെ വലിയ യുദ്ധത്തിലേക്കും നാശത്തിലേക്കും പോകാനുള്ള എല്ലാ സാധ്യതയുമാണ് ഞാൻ കാണുന്നത്. റൈറ്റ്. ഈ ലോകം ഇടപെടുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിനെ പരോക്ഷമായോ പ്രത്യക്ഷമായോ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുകയും വേണമെങ്കിൽ കൂടുതൽ ആയുധം തരാം എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന ഒരു രാഷ്ട്രവും ഇസ്രായേലിനെ എതിർക്കാനോ അവരുടെ നടപടികൾ അപലപിക്കാനോ പോകുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ചൈനയാണെങ്കിൽ രണ്ട് രാജ്യങ്ങളും സംഘർഷത്തിൽ നിന്ന് പിന്മാറി നിൽക്കണം എന്ന് ന്യൂട്രൽ എന്ന് തോന്നാവുന്ന ഒരു സ്റ്റാൻഡാണ് ചൈന എടുക്കുന്നത്. റഷ്യക്കാണെങ്കിൽ ഉക്രൈൻ അവിടെ ബാധ്യതയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റഷ്യക്ക് തൽക്കാലം ഇതിനകത്തേക്ക് ഇടപെടാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ താങ്കൾ നേരത്തെ സംസാരിച്ച് തുടങ്ങുമ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം ഒന്ന് ഇറാൻ്റെ അത് സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആണവ ഗവേഷണ കേന്ദ്രങ്ങളാണ് അല്ലെങ്കിൽ പദ്ധതികളാണ് എന്ന് ഇറാൻ അവകാശപ്പെടുന്നത്. ആ പദ്ധതികൾ ഇല്ലാതാക്കുക, ഒപ്പം അവിടുത്തെ ഭരണകൂടത്തെ മാറ്റുക. ഇതിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം ഇപ്പോൾ നെതന്യാഹുവിൻ്റെ മുമ്പിലുണ്ട് എന്നതല്ലേ വസ്തുത? നമ്മൾ ആദ്യം പറഞ്ഞ വാചകങ്ങളിൽ നിന്ന് പിന്നെ താങ്കളുടെ ആദ്യത്തെ വാചകങ്ങളിൽ നിന്ന് തുടങ്ങാം. അതായത് ഈ യുദ്ധം ഇപ്പോ ട്രംപ് പിന്നെ നെതന്യാഹു ആരംഭിച്ചിരിക്കുന്ന യുദ്ധം വാസ്തവത്തിൽ അമേരിക്കയുടെ യുദ്ധമാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ പ്രോക്സിയാണ് ഇസ്രായേൽ. അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അമേരിക്ക നിർത്തും എന്ന് പറഞ്ഞാൽ യുദ്ധം അപ്പോൾ നിൽക്കും. അതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. നമ്മളിവിടെ എന്താണ് ഇപ്പൊ ഈ എന്ത് പറഞ്ഞിട്ടാ ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടക്കുന്നത്? ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ആരോപണം ഇറാൻ ആണവായുധം വികസിപ്പിക്കും എന്നുള്ളതാണ്. ആണവായുധം വികസിപ്പിക്കാൻ പിന്നെ ഇറാന് അവകാശമുണ്ട്. എന്തുകൊണ്ട് അവകാശമുണ്ട്? ആണവായുധം വികസിപ്പിക്കാൻ അവകാശമുള്ളത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇറാന്റെ അയൽരാജ്യമായ ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധമുണ്ട്. അവർ രണ്ടും വളരെ ശത്രുക്കളായിട്ടുള്ള രാജ്യങ്ങളാണ്. ആ ശത്രുക്കളായിട്ടുള്ള രാജ്യങ്ങൾ പിന്നെ അപ്പുറത്ത് ഇത്രയധികം ശത്രുതയിൽ നിൽക്കുന്ന രാജ്യത്തിന്റെ കയ്യിൽ ആണവായുധം ഉണ്ടെങ്കിൽ എന്റെ സുരക്ഷയ്ക്ക് ഞാൻ ആണവായുധം ഉണ്ടാക്കണ്ടേ? നമുക്കറിയാമല്ലോ 1998 ഇന്ത്യ ആണവായുധം പരീക്ഷിച്ചിട്ട് അമേരിക്കൻ പ്രസിഡന്റിന് നമ്മുടെ വാജ്പേയി ഒരു കത്തെഴുതിയില്ല, പ്രധാനമന്ത്രി വാജ്പേയി കത്തെഴുതിയില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങള് ഈ ആണവ പരീക്ഷണം നടത്തേണ്ടി വന്നത് ഞങ്ങളുടെ അടുത്ത് ചൈന എന്ന് പറയുന്ന രാജ്യം ആണവായുധമുള്ള രാജ്യമുണ്ട്. ഞങ്ങൾ അവർ 1962 അവരുമായിട്ട് യുദ്ധം നടത്തിയ രാജ്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് ഞങ്ങൾക്ക് ആണവായുധം വേണം എന്നാ പറഞ്ഞത്. അതാണ് എന്റെ ലോജിക്ക്. അപ്പൊ അത്തരമൊരു ലോജിക്ക് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ അവർക്ക് ഇറാന് പിന്നെ ചെയ്തുകൂടെ? അപ്പൊ ഇറാൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പറയുന്നെന്താ? ഞങ്ങള് അതായത് ഇസ്രായേല് ആണവ NPT ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ കരാറിൽ ഒപ്പിട്ടിട്ടുള്ള രാജ്യമല്ല. ഇറാൻ ആണവ നോൺ പ്രോളിഫറേഷൻ കരാറിൽ ഒപ്പിട്ട രാജ്യമാണ്. അതുകൊണ്ട് അവർക്ക് അവകാശമില്ല. വാസ്തവത്തിൽ ഇതിന്റെ ഒരു ചരിത്രമുണ്ട്. ഈ എന്താ പറയുന്നത്, നമ്മള് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിയമവിരുദ്ധമായി രഹസ്യമായി എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ആണവായുധം ഉണ്ടാക്കിയ രാജ്യമാണ്. ആണവായുധം ഉണ്ടാക്കി കൈവശം വെച്ചിരുന്നത് കൊണ്ടാണ് ഒരു കാര്യം അവര് നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിടായിരുന്നു. ഒന്ന്. രണ്ടാമത്തത്, ഈ ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൊണ്ട് നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ ഈ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് അമേരിക്ക ഒപ്പിടിച്ചത്. എന്ന് പറഞ്ഞാൽ NPT തന്നെ ഒരു കാപട്യമാണ്. NPT തന്നെ ഒരു അന്തർദേശീയ തട്ടിപ്പാണ്. അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തിയ തട്ടിപ്പാണ് NPT എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യം, അമേരിക്കയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യത്തിന്റെ കയ്യിൽ ആണവായുധം ഉണ്ടായിട്ടും അത് ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് പശ്ചിമേഷ്യ, അതായത് ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധം ഉണ്ട്. ആർക്കൊക്കെയാ പ്രശ്നം? ഇറാന് പ്രശ്നമുണ്ട്, സൗദി അറേബ്യക്ക് പ്രശ്നമുണ്ട്, എല്ലാ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും പ്രശ്നമുണ്ട്. ആ രാജ്യങ്ങളെ കൊണ്ടല്ല NPT ഒപ്പിടിച്ചു. ഇനി അവർക്ക് ആണവായുധം ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളിന്റെ കയ്യിൽ ആണവായുധം ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ, ബാക്കിയുള്ളവരാരും ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറയുന്നതിനേക്കാൾ വലിയ ഹിപ്പോക്രസി ഉണ്ടോ ലോകത്ത്? അപ്പൊ അങ്ങനെ അതായത് എല്ലാവരും കുറച്ചു പറയാണ് NPT ഒപ്പിട്ടുകൊണ്ട് ഇനി ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് എന്താ ലോജിക്ക്? കാരണം എന്താ? NPT ഒപ്പിട്ടേണ്ടിയിരുന്ന ഒന്നാമത് രാജ്യം ഇറാനായിരുന്നു. അവരായിരുന്നു വാസ്തവത്തിൽ ആ ആണവായുധം കളയേണ്ടിയിരുന്ന രാജ്യം.
അപ്പൊ അത് കളയാതെ പിന്നെ ഈ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആണവായുധം ഉണ്ടാക്കാൻ, ഇവിടെ ആണവായുധം ഉണ്ടായിട്ടില്ല. ഒരു ഏജൻസി പോലും പറഞ്ഞിട്ടില്ല ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടെന്ന്, ഒരു ഏജൻസി പോലും. ഇത്തരം കാര്യങ്ങളിൽ ആധികാരികമായ അഭിപ്രായം പറയേണ്ടത് ആരാ? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാ. അവർ പറഞ്ഞ ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ 2-3 ദിവസം മുമ്പ് നടന്ന IAEA ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ മീറ്റിംഗിൽ അതിന്റെ ഡയറക്ടർ ജനറൽ അതിന്റെ തീരുമാനം അറിയിച്ചുകൊണ്ട് പിന്നെ റഫായൽ ഗ്രോസി പറഞ്ഞെന്താ, 20 വർഷത്തിലാദ്യമായി 20 വർഷത്തിലാദ്യമായി ഇവരുടെ ഈ സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ കാണുന്നു എന്നാണ് റഫായൽ ഗ്രോസി പറഞ്ഞത്. ഇവിടെ ആണവായുധം ഉണ്ടാക്കി എന്നല്ല പറഞ്ഞത്. 20 വർഷത്തിലാദ്യമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 20 വർഷത്തിലേറെയായി അന്തർദേശീയ സമൂഹം അല്ലെങ്കിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറഞ്ഞത് പ്രകാരം മുന്നോട്ട് പോകുന്ന രാജ്യമാണ് പിന്നെ എന്നല്ലേ എന്റെ അർത്ഥം. എന്ന് മാത്രമാണോ? നമ്മൾ നോക്കൂ, ഈ സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടാക്കിയരാ? ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് പിന്നെ രാജീവ് പറഞ്ഞതുപോലെ ട്രംപ് അല്ലേ ഉണ്ടാക്കിയത്. അതായത് ഈ രഹസ്യമായ ആണവ പദ്ധതി ആരംഭിച്ചു. ആരെ പോലെ? ഇസ്രായേലിനെ പോലെ. ഇസ്രായേൽ 1948 ആരംഭിച്ചു, 60 അമേരിക്ക കണ്ടുപിടിച്ചു, 67 ആണവായുധം ഉണ്ടാക്കി, 1979 സൗത്ത് ആഫ്രിക്ക വെച്ച് ആണവായുധം പരീക്ഷിച്ചു. ഇതെല്ലാം രഹസ്യമായിട്ട് നടക്കണം. ഇതെല്ലാം രഹസ്യമായിട്ട് നടന്നു. 1967 തന്നെ അമേരിക്ക കണ്ടുപിടിച്ചു, അവരുടെ കയ്യിൽ ബോംബുണ്ട്. ഇതൊക്കെ 1960 അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഐസനോവർ പിന്നെ ഡേവിഡ് ബെങ്കൂറിയനോട് ചോദിച്ചു, നിങ്ങൾ വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ പറഞ്ഞെന്താ, ഞങ്ങൾ സമാധാനപരമായ ആവശ്യത്തിന് ആണവ ശക്തി വികസിപ്പിക്കുന്ന. ഇത് തന്നെയല്ലേ ഇറാൻ പറയുന്നത്. ഇറാൻ പറയുമ്പോൾ കുഴപ്പവും പിന്നെ ബെങ്കൂറിയൻ പറഞ്ഞ ഇസ്രായേൽ പറഞ്ഞാൽ അത് കുഴപ്പമില്ലാതിരിക്കുന്ന ചെയ്യുന്ന ഇരട്ടത്തപ്പല്ലേ. അപ്പൊ അങ്ങനെ ഈ ആണവായുധം എല്ലാം വികസിപ്പിച്ച് ഇവരും വികസിപ്പിക്കാൻ തുടങ്ങി. 2000-ന്റെ ആദ്യ പാദത്തിൽ നമ്മൾ കണ്ടു, ലോകം അറിഞ്ഞു ഇറാൻ ആണവശക്തി പരീക്ഷണങ്ങൾ നടന്നു, ആണവശക്തി വികസിപ്പിക്കുന്നുണ്ട് എന്ന് ലോകം മനസ്സിലാക്കിയതിനെ തുടർന്നാണ് പിന്നെ ലോകം ചർച്ച ചെയ്യാനും ഗൗരവമായിട്ട് എടുക്കാനും അങ്ങനെ ഒബാമ അധികാരത്തിൽ വന്നതിന് ശേഷം ഇറാനിൽ പശ്ചിമേഷ്യയിൽ സമാധാനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി അദ്ദേഹം ഇറാനെ ചർച്ചയ്ക്ക് ക്ഷണിക്കുക. ഇറാനും പിന്നെ എന്താണ് പറയുന്നത്, യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, നമ്മുടെ UN സെക്യൂരിറ്റി കൗൺസിലെങ്കിലും ജർമ്മനി കൂടി അതിനകത്തുണ്ടായിരുന്നു, ചൈന, റഷ്യ, പഞ്ചമഹാശക്തികളും ജർമ്മനിയും കൂടെ ചേർന്നിട്ടാണ് 2015 ജൂലൈ മാസം 14 ഇറാൻ ആണവ കരാർ ഒപ്പിടുന്നത്. ആ ഇറാൻ ആണവ കരാർ ഒപ്പിട്ടപ്പോൾ അവർ പറഞ്ഞെന്താ, ഞങ്ങള് ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും ഈ കരാറും പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ പോവില്ല, ഞങ്ങൾ ഇതിനകത്തെല്ലാം സഹകരിക്കും. അങ്ങനെ സഹകരിച്ചുകൊണ്ട് നടന്ന അതുകൊണ്ട് ഉപരോധങ്ങൾ കുറച്ചൊക്കെ പിൻവലിച്ചുകൊണ്ട് അവര് അന്തർദേശീയ സമൂഹത്തിൽ സഹകരിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെന്താ സംഭവിച്ചത്? ഒബാമ ഉണ്ടാക്കിയതാണ് ഈ കരാർ എന്നുള്ളത് കൊണ്ട് മാത്രം പിന്നെ ഈ 2017 അധികാരത്തിൽ വന്ന് 2018 ഈ ട്രംപ് ഈ കരാറിൽ നിന്ന് പിന്മാറി. കരാറിൽ നിന്ന് പിന്മാറിയ ട്രംപിന് പിന്നൊരു കരാർ ഉണ്ടാക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു ദിസ് ഈസ് എ ബാഡ് അഗ്രിമെന്റ്. ഓക്കെ ബാഡ് അഗ്രിമെന്റ്. അങ്ങനെ പിന്നെന്താ ഗുഡ് അഗ്രിമെന്റ് ഉണ്ടാക്കരുത്? അദ്ദേഹം ഗുഡ് അഗ്രിമെന്റ് ഉണ്ടാക്കിയില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതായിരുന്നില്ല. ഈ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇറാനെ വീണ്ടും ശ്വാസം മുട്ടിക്കുക, പിന്നെ പ്രതിരോധത്തിലാക്കുക, വിഷമിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നത്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് എന്താ ചെയ്തത്? ഇപ്പോ അധികാരത്തിൽ വന്നിട്ട് ഏപ്രിൽ മാസം പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ 60 ദിവസം തരുന്നു, 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കരാറിൽ എത്തിച്ചോണം, അല്ലെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്യുമെന്ന് പറയാൻ. ഇത് ഏതൊരു മാടമ്പീട് കണക്കല്ലേ പറയുന്നത്? അദ്ദേഹത്തിന് നമുക്കറിയാം ഇന്റർനാഷണൽ എനർജി അറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ പങ്കെടുക്കേണ്ട വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ട വിഷയത്തിൽ 60 ദിവസം കൊണ്ട് ഒരു കരാർ ഉണ്ടാക്കും. 6 മാസം മുൻകൂറും കരാർ ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 60 ദിവസത്തിനുള്ളിൽ എന്നിട്ട് പോലും 5 റൗണ്ട് ചർച്ചകൾ നടന്ന് ഒബാനിലും റോമിലും ഒക്കെ വെച്ച് ചർച്ചകൾ നടന്ന 6ാമത്തെ ചർച്ച പിന്നെ ഈ ജൂൺ മാസം 15-ാം തീയതി നടക്കാനിരിക്കവേ അല്ലേ ആ ചർച്ചകൾ ഇനി മുന്നോട്ട് പോയാൽ അത് സമാധാന കരാറിൽ എത്തിച്ചേരും, അത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ ഈ ആക്രമണം തുടങ്ങിയത്. അതാണ് ഇതിന്റെ കാര്യം. അങ്ങനെ ഈ ആക്രമണം നടത്താൻ, അതായത് ഇറാൻ അഥവാ ആണവായുധം ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഐക്യരാഷ്ട്ര സെക്യൂരിറ്റി കൗൺസിലാണ് തീരുമാനം എടുക്കുകയും അന്തിമമായി പല ഘട്ടങ്ങൾ, പലതരത്തിലുള്ള ചർച്ചകൾ, പലതരത്തിലുള്ള മാധ്യമ ശ്രമങ്ങൾ, പിന്നെ ഉപരോധങ്ങൾ, സാമ്പത്തിക രാഷ്ട്രീയ ഉപരോധങ്ങൾ, ഇതെല്ലാം പരാജയപ്പെടുമ്പോഴാണ് സൈനികാക്രമണത്തിന് സാധ്യതയുള്ളത്. ഇതൊന്നുമില്ലാതെ 5 റൗണ്ട് ചർച്ച നടന്നു. പിന്നെ അതിനുശേഷം ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഒരു റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതാ പിന്നെ ആര് പറഞ്ഞു ബോംബുണ്ടാക്കിയത് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് നടക്കുന്ന സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനും അതുപോലെ തന്നെ ഈ ഇറാൻ പശ്ചിമേഷ്യൻ മേഖലയിൽ ഇതാണ് ഇസ്രായേലിന്റെ അജണ്ടകൾ മുഴുവൻ നടപ്പിലാക്കി ഈ പശ്ചിമേഷ്യ മുഴുവൻ കീഴടക്കാനുള്ള സുവർണാവസരം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത്. അത് ആക്രമണം കൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം,
ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, 2003 ഗദ്ദാഫി ആണവായുധ പദ്ധതി ഉപേക്ഷിച്ചു. 2003 ഇവരെല്ലാം നിർബന്ധിച്ചു, യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക എല്ലാം നിർബന്ധിച്ചതിന്റെ പരമായിട്ട് അദ്ദേഹം 2003 ആണവ പദ്ധതി ഉപേക്ഷിച്ചു. 2011 എന്താ അദ്ദേഹത്തിന് പറ്റിയത്? ഇവരെല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തെ തെരുവിലിട്ട് അടിച്ചു പോകുന്നു. റൈറ്റ്, ഒന്നത്. രണ്ട്, ഈ വളരെ ചെറിയ രാജ്യമാണ് നോർത്ത് കൊറിയ. നോർത്ത് കൊറിയ പിന്നെ സാമ്പത്തികമായ ശക്തിയല്ല, സൈനികമായ ശക്തിയല്ല. പക്ഷേ അവരെന്താ ഉപദ്രവിക്കാത്തത്? അവരുടെ കയ്യിൽ ആണവായുധം ഉള്ളത് കൊണ്ടാണ് അവരെ ഉപദ്രവിക്കാത്തത്. അപ്പൊ അതാണ് നമ്മുടെ രണ്ട് ലെസൺസ് നമ്മുടെ മുമ്പിലുണ്ട്. അതായത് ഒരു പ്രതിരോധിക്കാൻ ഒരു മാർഗമില്ലാത്തവനെ ഏത് തരത്തിലും അടിച്ചമർത്തുക എന്ന് പറയുന്ന ആഗോള ക്രമമായി രാജ്യത്ത് ലോകത്ത് നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ യുദ്ധത്തിലൂടെ ഉണ്ടായിരിക്കുന്ന ലെസൺ എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ മുഴുവൻ ശാസ്ത്രജ്ഞന്മാരെയും, ആണവരംഗത്തെ ഇസ്രായേലിലെ മുഴുവൻ ശാസ്ത്രജ്ഞന്മാരെയും കൊന്നൊടുക്കിയാൽ ഈ ആണവ പരിജ്ഞാനം അവർ വർഷങ്ങൾ 50-70 വർഷം കൊണ്ട് നേടിയ ആണവ പരിജ്ഞാനമാണ്. ആ ആണവ പരിജ്ഞാനം തുടച്ചു വെക്കാൻ പറ്റുമോ ഇറാനിൽ നിന്ന്? ഇത്രമാത്രം വിഡ്ഢിത്തം നിറഞ്ഞ തീരുമാനം ഇസ്രായേലിലുള്ള വേറെ ഏതെങ്കിലും രാജ്യം എടുക്കുമോ? അപ്പൊ ഈ കുറച്ച് ഈ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് നിങ്ങൾ കുറച്ച് നാളത്തേക്ക് കുറച്ച് പുറകോട്ടോ 1-2 വർഷം അല്ലെങ്കിൽ 3-4-5 വർഷം പുറകിലോട്ട് പോകാം. പക്ഷെ ആണവ പരിജ്ഞാനം എന്ന് പറയുന്ന ആ സംഭവം, ആ ആണവ ശക്തി നേടുക എന്ന് പറയുന്ന ആ ജനതയുടെ ഒരു ആഗ്രഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പിന്നെ ഒരു പിന്നെ ലക്ഷ്യമാണ്. അപ്പൊ അതിൽ നിന്ന് അവരെ മാറ്റാൻ കഴിയുമോ? അപ്പൊ ഇതുകൊണ്ട് ഉണ്ടാകുന്നതിന് എന്താ വെച്ചാൽ, ഈ ആണവായുധം ഇറാന് ഉടനടി വേണം എന്ന ചിന്തയിലേക്ക് അവർ വരും. പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ പലരും നമ്മൾ ആണവായുധം ഇല്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധിയാണ്, ഈ ഇസ്രായേൽ അവരുടെ പിന്നെ നയങ്ങൾ അമേരിക്കയുടെ പിന്തുണയോട് കൂടിയിട്ട് നടപ്പിലാക്കാൻ പോവുകയാണ്, അടിച്ചമർത്തൽ നയമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, അതുകൊണ്ട് അവര് ആണവായുധങ്ങൾ സജ്ജീകരിക്കേണ്ട സ്ഥിതിയിലേക്ക് അവർ ചിന്തിക്കും. ഇന്തോനേഷ്യ, മലേഷ്യ പോലെയുള്ള രാജ്യങ്ങൾ ചിന്തിക്കും, മറ്റ് രാജ്യങ്ങൾ ചിന്തിക്കും. ആണവായുധം മാത്രമേ ഉള്ളൂ ഒരു അന്തിമമായ നമ്മുടെ രക്ഷ എന്ന അവസ്ഥയിലേക്ക് ലോകത്തെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി സഹായിക്കുന്നതാണ് ഈ ഇസ്രായേലിന്റെ ഈ സാഹസികമായ പിന്നെ അതിരുവിട്ട ആക്രമണം. റൈറ്റ്. അതിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ റെഷീം ചേഞ്ച് എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ഇറാൻ്റെ സൈനിക നേതൃത്വത്തിലുള്ള നിരവധി പേരെ ഈ ആക്രമണത്തിലൂടെ ഇസ്രായേൽ വധിക്കുന്നു, ആണവ ശാസ്ത്രജ്ഞന്മാരെ വധിക്കുന്നു, ഒരു പക്ഷേ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ലക്ഷ്യമിട്ടേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഫലസ്തീൻ്റെ ഹമാസിൻ്റെ നേതാവിനെ ഇറാനിൽ വെച്ചാണ് ഇസ്രായേൽ വധിക്കുന്നതെന്നുകൂടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഇറാൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെ ഒരുപക്ഷെ ഇസ്രായേൽ ലക്ഷ്യമിട്ടാൽ അത്ഭുതപ്പെടാനില്ല. ഇറാനാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്, ദീർഘകാലത്തെ ഉപരോധം അവരെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്, മറ്റു രീതിയിലുള്ള രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വേറെ നിലയ്ക്ക് അവിടെ ഉണ്ട് താനും. ആ നിലയ്ക്ക് ഈയൊരു ഭരണമാറ്റം എന്ന ലക്ഷ്യം അത് അത്ര എളുപ്പമാണോ? പ്രത്യേകിച്ച് ഈ ആക്രമണം വന്നതിന് ശേഷം ഇറാനിൽ നിന്ന് വരുന്നത് ഏത് വിധേനയും ഇതിനോട് പ്രതികരിക്കണം എന്ന് അവിടുത്തെ ജനത ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നു എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് ഈ ഭരണമാറ്റം എന്നുള്ളത് അത്ര എളുപ്പമാണോ? അല്ല, ഇറാനിൽ ഈ ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ടുണ്ട് എന്ന് നേരിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. കാരണം ഇറാനിയൻ വിദ്യാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ അവിടുത്തെ ഒരു കാര്യങ്ങളെ എനിക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. അത്തരമൊരു ഇറാനിലെ ഭരണവിരുദ്ധ വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതല്ലാതെ അവർ നടത്തുന്ന ഈ അവരുടെ കുറച്ചുകൂടെ തീവ്രവാദപരമായ നിലപാടുകൾക്കെതിരായിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള, അതായത് അവിടുത്തെ ജനാധിപത്യ പ്രക്രിയയിൽ പോലും ഒരു 50% ആളുകൾ പങ്കെടുക്കുന്നതൊന്നുമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഈ ഉപരോധം മൂലമുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. എന്നാൽ പോലും ഈ പിന്നെ അവിടെ നിലനിൽക്കുന്ന ഭരണവ്യവസ്ഥയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള കരുത്ത് ഇതിനൊന്നുമില്ല. അതാണ് കാരണം, അത്രമാത്രം ശക്തമാണ് ഈ രാഷ്ട്രത്തിന് മുകളിലുള്ള ഈ ഭരണകൂടത്തിന്റെ നിയന്ത്രണം. അതാണ്. അപ്പൊ അത് പിന്നെ ഈ അലി ഖമേനിയെ കൊന്നതുകൊണ്ടോ പെസഷ്കിയാനെ കൊന്നതുകൊണ്ടോ ഒന്നും ആ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ, അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. അപ്പൊ കാരണം വെച്ചാൽ ഇപ്പൊ പിന്നെ രാജീവ് പറഞ്ഞ പോലെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, അവിടുത്തെ 10, 200, 250 ആളുകളെ അവർ കൊല്ലുന്നു. ഈ 250 ആളുകൾ ഈ പിന്നെ ഇറാന്റെ വിവിധ മേഖലകളിലായി കൊല്ലപ്പെടുമ്പോൾ ഈ കൊല്ലുന്ന ഭരണത്തിനെതിരായി രാഷ്ട്രത്തിന് അനുകൂലമായിട്ട് ആരെങ്കിലും പിന്നെ രംഗത്ത് വരുമോ? ആ രംഗത്ത് വരുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള, അതായത് ഞാൻ ഹമാസിനെ പിന്നെ പൂർണ്ണമായും ഇല്ലാതാക്കും, എൻ്റെ ബന്ദികളെ മുഴുക്കെ ഞാൻ മോചിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇപ്പോഴും നടക്കാൻ പറ്റാതെ നിൽക്കുന്നത് കണക്കുള്ള ഒരു 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 പിന്നെ എന്താണ് പറയുന്ന ഒരു ആക്രമണമാണ് ഇപ്പൊ നടത്തിയത്. ആ ആക്രമണത്തിന്റെ പിന്നെ ഇതല്ല പ്രധാനപ്പെട്ട ലക്ഷ്യം.
പ്രധാനപ്പെട്ട പിന്നെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഈ സ്വന്തം പിന്നെ അദ്ദേഹത്തിന് എതിരായിട്ട് നിലനിൽക്കുന്ന കേസുകൾ, അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന കേസുകൾ, ആ രാഷ്ട്രത്തിൽ തന്നെ ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം നടക്കുന്ന സമരങ്ങൾ, അവിടുത്തെ ഭരണവ്യവസ്ഥ തന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, ഭരണഘടന തന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഇദ്ദേഹം നെതന്യാഹു നടത്തുന്ന ശ്രമങ്ങൾ, ഇതിനൊക്കെ എതിരായ നിരന്തരമായ അതിശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾ അവിടെ നടക്കുന്നു. ഭരണകൂടത്തിൽ തന്നെ, ഇദ്ദേഹത്തിന്റെ ഗവൺമെന്റിൽ തന്നെ അദ്ദേഹത്തിന്റെ പിന്നെ പാർലമെന്റ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ പാർട്ടി കൊണ്ടുവന്ന ഒരു പ്രമേയത്തെ ഭരണത്തിലുള്ളവർ അനുകൂലിക്കും എന്ന് വരെ നിൽക്കുന്ന ഘട്ടത്തിലാണ് വാസുദേവൻ ഇങ്ങനെ യുദ്ധം ആരംഭിച്ചത്. ഒരു വോട്ടിനാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടത് ആ അവിശ്വാസ പ്രമേയം. അപ്പോൾ അങ്ങനെ, അതായത് ഇനി ഈ ഒരു ഞാനാണ് ഈ പിന്നെ ഇതിന്റെ എല്ലാം രക്ഷകൻ, ഇസ്രായേലിന്റെ രക്ഷകൻ എന്ന് ഇസ്രായേലി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് അധികാരത്തിൽ വരാനും, അധികാരത്തിൽ വരുന്നതിലൂടെ ഈ കേസിൽപ്പെട്ട് ജയിലഴികൾക്കുള്ളിലാകുന്നതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ പദ്ധതിയുടെ ഭാഗം കൂടിയിട്ടാണ് ഈ ആക്രമണം. അതുകൊണ്ട് ഈ ഭരണകൂട മാറ്റം എന്നൊക്കെ പറയുന്നതൊന്നും പിന്നെ അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യങ്ങളല്ല. കാരണം അതൊക്കെ ബാക്കിയുള്ളവരാരും കൈയും കെട്ടി നോക്കി നിൽക്കത്തുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവിൽ വെച്ച് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം. റൈറ്റ്. ഇതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യോമമാർഗം ഉപയോഗിച്ചുകൊണ്ടാണ് വലിയ ആക്രമണങ്ങൾ നടത്തുന്നത്. നേരിട്ട് ആഘാതമുണ്ടാകുന്നത് രണ്ട് രാജ്യങ്ങളിലും മാത്രമാണെങ്കിലും പരോക്ഷമായ ആഘാതം ഉണ്ടാകുന്നുണ്ടല്ലോ മേഖലയിലാകെ. ഇപ്പോൾ ചരക്ക് കടത്തിന് ഒരു പക്ഷേ തടസ്സങ്ങളുണ്ടായേക്കാം. പ്രകൃതി വിഭവങ്ങൾ ഉണ്ടാകുന്ന നാശം ഒരുപക്ഷെ മേഖലയെ മൊത്തത്തിൽ ബാധിച്ചേക്കാം. ഇത് ബാക്കിയുള്ള രാജ്യങ്ങളെ മുഴുവൻ പ്രയാസത്തിലാക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ടുള്ള ചില ശ്രമങ്ങൾ, സമാധാന നീക്കങ്ങൾ ഇതൊക്കെ ഉണ്ടാകേണ്ടതല്ലേ? അതിനൊക്കെ ഇപ്പോൾ G7 മീറ്റിംഗ് നടക്കാൻ പോകുന്നു. അപ്പോൾ ഇതിലൂടെയൊക്കെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമോ? ഇപ്പോൾ ഇന്ത്യയുടെ സ്റ്റാൻഡ് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു, ഇസ്രായേലിനെതിരായ നിലപാടെടുക്കുന്നതിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്യുകയാണ് ഇന്ത്യ ചെയ്ത് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്. അപ്പോൾ ഇന്ത്യ ഒരു റോൾ എടുക്കണം എന്ന് ആവശ്യപ്പെടുന്ന രാജ്യങ്ങൾ കൂടിയുണ്ട്. കോപ്പറേഷൻ ഓർഗനൈസേഷൻ, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ നിന്ന് ഇന്ത്യ മാറിയുന്നു. അതെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ അംഗമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ബ്രിക്സ് ഓർഗനൈസേഷനിലെ അംഗങ്ങൾ, ഇന്ത്യ ഒഴികെയുള്ള ബാക്കിയുള്ളവരെല്ലാവരും ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ ഇന്ത്യ ഒഴികെയുള്ള ബാക്കിയുള്ള രാജ്യങ്ങൾ എല്ലാം ഈ ആക്രമണത്തെ വിമർശിച്ചപ്പോൾ ഇന്ത്യ അതിൽ രണ്ടിൽ നിന്നും മാറി നിന്നു. ഞാൻ എന്തൊക്കെ വരാം, എനിക്ക് ആ കാര്യം മനസ്സിലായി. അപ്പൊ ഒന്ന്, ഈ പശ്ചിമേഷ്യയുടെ ഒരു സംഘർഷം ഉണ്ടായാലുള്ള പ്രശ്നം എന്താണ്? പശ്ചിമേഷ്യയിൽ നമ്മൾ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് പിന്നെ വരാം. പശ്ചിമേഷ്യയിൽ സംഘർഷം ഉണ്ടായ ഉടൻ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു, സ്വർണത്തിന്റെ വില വർദ്ധിച്ചു. അപ്പോൾ ഈ രണ്ട് സംഗതികളുടെ വില, പിന്നെ ഓഹരി വിപണി ഇടിഞ്ഞു. ഈ കാര്യങ്ങൾ പിന്നെ കൊണ്ട് ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞർ നടത്തുന്ന പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിലുള്ള സാമ്പത്തിക വളർച്ച തളരും. സാമ്പത്തിക വളർച്ചയല്ല, സാമ്പത്തിക തളർച്ച ഉണ്ടാകും. ഇത് ഒരു രാജ്യത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, മുഴുവൻ രാജ്യങ്ങളെയും ബാധിക്കും. ഒന്നത് ആഗോളതലത്തിലുള്ള പ്രശ്നം. ഇന്ത്യ എടുത്തു നോക്കൂ, 90 ലക്ഷം ആളുകളാണ് പശ്ചിമേഷ്യയിൽ താമസിക്കുന്നത്. ഇറാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളെ ഇങ്ങനെ കടുത്ത ആക്രമണത്തിന് ഞങ്ങളെ വിധേയമാക്കിയാൽ ഇറാഖിലും കുവൈറ്റിലും ബഹ്റിനിലും ഖത്തറിലും മറ്റുമൊക്കെയുള്ള അമേരിക്കയുടെ കേന്ദ്രങ്ങളെ ഞങ്ങൾ ആക്രമിക്കും. ഈ സ്ഥലങ്ങൾ, ഈ ഇറാഖ്, കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഇറാൻ ആക്രമിച്ചാലുള്ള സ്ഥിതി എന്താണ്? മുഴുവൻ ഇന്ത്യക്കാരും ആ രാജ്യം വിട്ട് ഓടി ഇന്ത്യ വരേണ്ടി വരത്തില്ലേ? അപ്പൊ ഇന്ത്യ അതിശക്തമായി പിന്നെ അത് ഭീകരമായി ബാധിക്കത്തില്ലേ? രണ്ടാമത്തെ കാര്യം, ഏറ്റവും അധികം എണ്ണ, 90% എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. ഈ ഇറക്കുമതി ചെയ്യുന്നത് കൂടുതലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി പ്രതിസന്ധി, വില കൂടുമ്പോൾ എണ്ണ ഇറക്കുമതിയിൽ പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കടലിടുക്കുകൾ, ഹോർമുസ് കടലിടുക്കും ബാബൽ മാൻഡബും, ഇതിലൂടെയാണ് എണ്ണ കടന്നു വരേണ്ടത്. ഇന്ത്യയുടെ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന എണ്ണ കടന്നു വരേണ്ടത്. ഇതിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇതിന് പിന്നെ എണ്ണ വരാതാവും. എണ്ണ വരുന്നതിന് വേറെ വഴികൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ വീണ്ടും എണ്ണയ്ക്ക് വില കൂടും. അപ്പൊ ഈ തരത്തിൽ ഈ സർവ്വതര തലസ്പർശിയായ സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നതാണ് പശ്ചിമേഷ്യയിൽ പ്രധാനമായിട്ടും നടക്കുന്ന ബുദ്ധിമുട്ടുകൾ. പശ്ചിമേഷ്യയിൽ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് നടക്കുമ്പോൾ നമുക്കറിയാം, ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഫലമായിട്ട് ഗോതമ്പിന്റെയും ബാർലിയുടെയും ഒക്കെ കാര്യത്തിൽ വിലക്കയറ്റവും പിന്നെ ഭക്ഷ്യക്ഷാമവും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പിന്നെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം വേറൊരു ഭാഗത്ത് നടക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ ലോകത്തൊട്ടാകെ നടക്കുമ്പോഴാണ് മൂന്നാമതൊരു യുദ്ധം കൂടി തുടങ്ങിയിരിക്കുന്നത് ഇസ്രായേൽ. അപ്പൊ അവിടെയാണ് പ്രശ്നം. അപ്പൊ എന്നാൽ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുവരെ ഗൗരവപൂർണമായ ശ്രമം ഉണ്ടായിട്ടില്ല. G7 ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാനും കഴിയത്തില്ല. കാരണം എന്താ? G7 ആരൊക്കെയാ?
ജപ്പാൻ ഒഴികെ എൻ്റെ അറിവിൽ ജപ്പാൻ മാത്രം ഈ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ വിമർശിച്ചു. ആക്രമണത്തെ വിമർശിച്ചതിന്റെ കാര്യം അവർ ഈ എന്താണ് ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചു എന്നുണ്ട്. കാരണം ആണവ പിന്നെ പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ ഗൗരവമായ നിലപാടെടുക്കുന്ന രാജ്യമാണ് ജപ്പാൻ. അതുകൊണ്ടാണ് ഈ G7 ആകെ കൂടിയുള്ള യൂറോപ്പിന്റെ അമേരിക്കയുടെ അല്ലാത്ത രാജ്യമായിട്ടുള്ള ജപ്പാൻ അതിനെ വിമർശിച്ചു. ബാക്കിയുള്ളവർ ആരും വിമർശിച്ചിട്ടില്ല. ബാക്കിയുള്ളവരെല്ലാവരും എല്ലാ തരത്തിലുമുള്ള പിന്തുണയും പിന്നെ ഇസ്രായേലിന് പ്രഖ്യാപിച്ച രാജ്യങ്ങളാണ്. അങ്ങനെയുള്ള രാജ്യങ്ങൾ അവിടെ കൂടുമ്പോൾ ഈ G7 സമ്മേളനത്തിന് കാനഡയിൽ കൂടുമ്പോൾ പിന്നെ അവർ ഒരു പ്രമേയം പാസ്സാക്കി, അല്ലെങ്കിൽ പ്രമേയമൊക്കെ പാസ്സാക്കി അവസാനിക്കണം, യുദ്ധ സംഘർഷം ഉണ്ടാക്കരുതെന്ന് പറയുന്നതല്ലാതെ യുദ്ധം അവസാനിപ്പിക്കാൻ ഗൗരവപൂർണമായ ശ്രമമായി മുന്നോട്ട് വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം അവരുടെ എല്ലാം മനസ്സിൽ, അതായത് ഈ രാജ്യങ്ങളുടെ എല്ലാം ഓമനയാണ് വാസ്തവത്തിൽ ഇസ്രായേൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിൽക്കുമ്പോൾ, എന്ന് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഇതിനെല്ലാം വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് എടുക്കും എന്നുള്ള വിശ്വാസം എനിക്കില്ല. പിന്നെ വരണ്ട ഇവിടുന്ന് ഈ പറഞ്ഞ പലരും പറയുന്നുണ്ട് ഇന്ത്യക്ക് വാസ്തവത്തിൽ ഈ പ്രശ്നത്തിൽ ഇടപെടാം, അതിനുള്ള താല്പര്യമുണ്ടെങ്കിൽ. കാരണം എന്താ, രണ്ട് ഭാഗത്ത് നിൽക്കുന്ന രാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് എന്താണ് പറയുന്നത്, വളരെ ആശയദാർഢ്യം അല്ലെങ്കിൽ അഭിപ്രായ ഐക്യം, പ്രത്യയശാസ്ത്രപരമായ ഹൃദയൈക്യം, ഇങ്ങനെയൊക്കെയുള്ള രാജ്യമാണ് ഇന്ത്യയും ഇസ്രായേലും, എസ്പെഷ്യലി നരേന്ദ്രമോദി വന്നതിന് ശേഷം. രണ്ടാമത്തത് ഇറാനും നമ്മുടെ തന്ത്രപരമായ പങ്കാളിയാണ്, ഇസ്രായേലും തന്ത്രപരമായ പങ്കാളിയാണ്. ഇറാനിൽ നിന്ന് നമ്മൾ ആയുധം ഉൾപ്പെടെ വാങ്ങുന്നു, സാങ്കേതിക വിജ്ഞാനം ഉൾപ്പെടെയുള്ള വാങ്ങുന്നു, അവർക്ക് എല്ലാവിധ പിന്തുണയും. അതായത് ഏറ്റവും അവസാനം ഐക്യരാഷ്ട്ര സംഘടന ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ വോട്ടിങ്ങിൽ നിന്ന് പോലും നമ്മൾ വിട്ടുനിന്നു, നമ്മൾ പങ്കെടുത്തില്ല, ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം പങ്കെടുത്തപ്പോൾ. അപ്പൊ അങ്ങനെ ഇസ്രായേലിനോട് പിന്നെ മറ്റ് രാജ്യങ്ങൾ കാണിക്കുന്നതിനേക്കാൾ വലിയ കൂറു പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ, ഒന്ന്. രണ്ട്, ഇറാൻ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം, ഈ ഇന്ത്യ പിന്നെ ഈ അൺഡിവൈഡഡ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ, ഈ വിഭജിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഇന്ത്യ ഉണ്ടായ സമയത്ത് ഇന്ത്യയുടെ അയൽക്കാരനാണ് ഇറാൻ. ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിട്ടിരുന്ന രാജ്യം, വലിയ അതിർത്തി പങ്കിട്ടിരുന്ന രാജ്യമായിരുന്നു ഇറാൻ. എന്ന് പറഞ്ഞാൽ സിവിലൈസേഷണൽ പിന്നെ ലിങ്ക്, ഹിസ്റ്റോറിക്കൽ ലിങ്ക്, ഇങ്ങനെയുള്ള പരമ്പരാഗതമായ ചരിത്രപരമായ ഈ സാംസ്കാരികമായ ബന്ധം ഉണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യയും പേർഷ്യൻ സംസ്കാരവും സിന്ധു നദിയുടെ സംസ്കാരവും. അപ്പൊ അങ്ങനെ രണ്ട് വലിയ സംസ്കാരങ്ങളാണ് ഇന്ത്യയും പിന്നെ പേർഷ്യയും. അപ്പൊ അങ്ങനെയുള്ള രണ്ട് സാംസ്കാരികമായ ബന്ധം, അതിന് പുറമെ ഇപ്പോ നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഏക വഴി ഇപ്പോ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടിയിരിക്കുന്നത് ഈ ചബഹർ പോർട്ടിലൂടെയാണ്. ആ ചബഹർ പോർട്ടിന്റെ ഒരു ഭാഗം നമ്മൾ വികസിപ്പിക്കുന്നുണ്ട്. ആ ചബഹർ പോർട്ട് നമുക്ക് തന്നിരിക്കുന്നത് പിന്നെ ഈ ബന്ധത്തിന്റെ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ. അപ്പൊ അങ്ങനെ നമുക്കറിയാം, നേരത്തെ കൂട്ടിയിട്ട് ഏറ്റവും അധികം എണ്ണ നമ്മൾ വാങ്ങിച്ചിരുന്നത് ഇറാന്റെ കയ്യിൽ നിന്നാണ്. ഈ ഉപരോധങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ടാണ് അമേരിക്ക പറഞ്ഞത് കേട്ട് നമ്മൾ എണ്ണ വാങ്ങിക്കാതായത്. ഇപ്പൊ ചൈന ഈ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നത് ചൈനയാണ് അവരുടെ കയ്യിൽ നിന്ന്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രണ്ട് രാജ്യങ്ങളുടെയും സുഹൃത്താണ് ഇന്ത്യ. ഇന്ത്യക്ക് വാസ്തവത്തിൽ നമ്മൾ വലിയ വിശ്വഗുരുവാണ്, പിന്നെ ഞങ്ങൾ വലിയ ഇന്റർനാഷണൽ പിന്നെ ശക്തിയാണ്, പിന്നെന്താണ് അങ്ങനെയൊക്കെ ഉള്ള പ്രചരണങ്ങൾക്കും പാചകങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോ അത് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കാനുള്ള സുവർണ അവസരമാണ്. അതിനുള്ള ഇച്ഛാശക്തി ഇന്ത്യക്കുണ്ടെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളെയും ക്ഷണിക്കാനും, പിന്നെ കാരണം വെച്ചാൽ അമേരിക്ക എനിക്ക് അതിനകത്തുള്ള ഏക സംശയം ഇത്രയേ ഉള്ളൂ, അമേരിക്ക ഈ പ്രശ്നം പരിഹരിക്കാനുള്ള അവകാശമൊന്നും വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. വേറെ ആരെങ്കിലും പരിഹരിച്ചാലും അതിന്റെ ക്രെഡിറ്റ് ട്രംപ് എടുക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ കാനഡയിലേക്ക് പോകുന്നതിന് മുമ്പ് പിന്നെ ഈ യുദ്ധം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്, യുദ്ധം തീർക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ അതായത് നിലവിൽ ഈ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഗൗരവപൂർണമായ ശ്രമങ്ങൾ ആരും നടത്തുന്നില്ല. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഉത്തരവാദിത്തമാണ് ഇവയെ സംരക്ഷിക്കുക എന്നുള്ളത്. അവര് ഇന്നോ നാളെയോ ഒക്കെ അടിയന്തരമായി വീണ്ടും യോഗം ചേരുന്നുണ്ട്, റഷ്യ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അത് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഗൗരവപൂർണമായ ഒരു ശ്രമം, അതെങ്കിൽ ഈ ആരെങ്കിലും കാര്യം പറഞ്ഞാൽ രണ്ടു കൂട്ടരും അനുസരിക്കുന്ന തരത്തിൽ പിന്നെ സംസാരിച്ച് ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള രാജ്യങ്ങളൊന്നും ഇടപെടുന്നതായി നാം കാണുന്നില്ല. റൈറ്റ്. വളരെയധികം നന്ദി പ്രൊഫസർ ജോസഫ് ആൻ്റണി ഞങ്ങളോട് സംസാരിച്ചതിന്. സമാധാനത്തിനുള്ള ശ്രമങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുന്നില്ല. അതേസമയം ദുരന്തത്തിനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് താനും. ഇവിടെ ആരായിരിക്കും സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കൊരു മുൻകൈ എടുക്കുക, തൽക്കാലത്തേക്കെങ്കിലും ഒരു വെടിനിർത്തലുണ്ടാക്കാൻ ശ്രമം നടത്തുക, ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.